ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസമൊക്കെ ആണല്ലോ. അപ്പം നമുക്കിന്നൊരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി കണ്ടാലോ? സാധാരണ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന 2-3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. പ്രധാനമായും ഉലുവ ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് 1/4 കപ്പ് ഉലുവയും 1/2 കപ്പോളം ചെറുപയറും 1/2 കപ്പ് നവര അരിയും എടുക്കുന്നുണ്ട്. നവര അരിക്ക് പകരം മട്ടരി വെച്ചോ ഉണങ്ങലരി വെച്ചോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ നവര അരിയാണ് കുറച്ചുകൂടെ ഹെൽത്തി. ഇത് തലേദിവസം രാത്രി കുതിർക്കാനായിട്ട് വെക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായി വെക്കണം. ഉലുവ ആദ്യം ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുക. ഉലുവ ഒരു വിസിലിട്ടാൽ മതിയാവും. അപ്പോഴത്തേക്കും ഏകദേശം കുക്കായി വരും. ഞാനൊരു വിസിലിട്ടപ്പോൾ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പയറൊക്കെ ചേർത്ത് വേവിക്കേണ്ടതല്ലേ. അപ്പോൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരിയും പയറും കൂടെ ചേർക്കുക. മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി 1-ാം പാലും 2-ാം പാലും എടുക്കുക. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. ഇനി ആദ്യം 2-ാം പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി 1-ാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കരുത്. ഇതിലേക്ക് ഒരു ചെറിയ പിഞ്ചോളം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് ഒഴിക്കാം. അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് താല്പര്യമില്ലെങ്കിൽ മധുരം യൂസ് ചെയ്യാം. ശർക്കര കുറച്ച് ഉരുക്കി ചേർത്താൽ മതിയാവും. ഈ കർക്കിടക കഞ്ഞി തുടർച്ചയായിട്ട് ഒരു 7 ദിവസം വരെ കുടിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഉലുവ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏറെ ഉള്ളതാണ്. ഈ കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.